കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം യോരം കളമേളം കവിത പാടും തീരം. മതി സ്വപ്നം കണ്ടത്, വേഗം വിന്നറിനെ അനൗൺസ് ചെയ്തേ, ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. ചിങ്ങമാസക്കായില്ലേ, തേയിലത്തോട്ടത്തിന്റെ പച്ചപ്പും ഹരിതാപ്പൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് പോയതാ. ആ വിന്നർ ആരാന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് അറിയണ്ടേ വിന്നർ ആരാന്ന്? നമുക്കത് വിളിച്ചു നോക്കിയാലോ. ഹലോ 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 നമസ്കാരം, സജന ചേച്ചി അല്ലേ? അതെ അതെ. എവിടെ ചേച്ചിനെ കാണാനില്ല? ഒരു മിനിറ്റ്. ആ ഓക്കെ. അതാണ്. ഹലോ ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. പറഞ്ഞു. നമസ്കാരം. എന്താ മനസ്സിലായോ? ഇല്ല. എന്റെ പേര് ആഷിക എന്നാണ്. ബോച്ചേറ്റി ടീം എന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ. എവിടെ ആയിരുന്നു? ഞങ്ങൾ കുറെ ആയി ട്രൈ ചെയ്യുന്നു. ഞാനിവിടെ ഇല്ല, എന്റെ ഒരു റിലേറ്റീവിന്റെ കല്യാണമായിരുന്നു. അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് നേരെ അവിടെ പോയതാണ്, അവരുടെ വീട്ടില് 3 ദിവസമായിട്ട് അവിടെയാണ്. ആണോ? ലിസ്റ്റ് കിട്ടത്തില്ല, അതാണ് ഞാൻ പറഞ്ഞോണ്ട്. ഇവിടെ ആകുമ്പോ നമുക്ക് വൈഫൈ ഉള്ളത് കൊണ്ട് നമുക്ക് പിന്നെ എപ്പോ വേണേലും വിളിക്കാം. അതെ, അവിടെ അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കാണാനില്ല എന്നും പറഞ്ഞ് വീഡിയോ ചെയ്തേനെ. ലാസ്റ്റ് ട്രൈ വിളിച്ചു നോക്കാന്ന് പറഞ്ഞപ്പോഴാണ് കിട്ടിയത്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? വീട്ടിലാർക്കുണ്ട്? വീട്ടില് ഞാനുണ്ട്, പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും, അവരുടെ വൈഫ്, അവരുടെ കുഞ്ഞുങ്ങൾ. ഹസ്ബൻഡ് നാട്ടിലാണോ അത് ഇവിടെയാണോ? എന്റെ നാട്ടിലില്ല, ഹസ്ബൻഡ് ദുബായിലാണല്ലേ? ഓക്കെ. അപ്പൊ പോണില്ലേ ദുബായിലോട്ട്? ദുബായിലോട്ട് പോണില്ല, പുള്ളിക്കാരൻ ഇനി ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. സ്ഥലം എവിടെയായിരുന്നു? സ്ഥലം എവിടെയായിരുന്നു? എന്റെയോ? വെള്ളക്കടവ്. ഓക്കെ. ചായ ഒക്കെ കുടിച്ചോ? കുടിച്ചു. ഭക്ഷണം കഴിക്കാറായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണോ? അല്ല, ഞാൻ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. TTC പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. വർക്ക് ചെയ്യുന്നിപ്പോ ജോബിന് കിട്ടി, പക്ഷെ സാഹചര്യം കാരണം പോകാൻ പറ്റിയില്ല. ഓക്കെ ഓക്കെ. ഹാപ്പി ന്യൂസ് ആണോ? അതെ, ആയതുകൊണ്ട്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇത്രയും നാൾ വിളിച്ചോണ്ടിരുന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനായിരുന്നു. ഓക്കെ. ബോച്ചേട്ടി എടുത്തിട്ടുണ്ടായിരുന്നോ? മീൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ? വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ചായ? ഇട്ട് കുടിച്ചോ? ചായ കിട്ടും. എങ്ങനെ, അടിപൊളിയല്ലേ? ഓക്കെ. അപ്പൊ വാങ്ങിച്ച ബോച്ചേട്ടിക്ക് ലക്കി ഡ്രോ വിന്നറിലൂടെ 10 ലക്ഷത്തിന്റെ പ്രൈസ് മണി അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് മനസ്സിലായോ എന്താന്ന്? എന്താ? എനിക്ക് സത്യം പറഞ്ഞ എന്തോ വിശ്വസിക്കാൻ പറ്റില്ല. ഷോക്കായില്ലേ? മുഖത്ത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഡബിൾ ഹാപ്പി ആയില്ലേ? അപ്പൊ ഇക്കാനെ വിളിച്ച് പറഞ്ഞേക്കൂ. വീട്ടിലെല്ലാരും ഉണ്ടോ അവിടെ ഇപ്പൊ? വീട്ടിലെല്ലാരും ഉണ്ട്. കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ഞാന് എന്റെ മദറിനെ കാണിച്ചുതരാം. ഓക്കെ. മാമി, ഒരു സെക്കൻഡ്. മാമി തരൂ. അല്ല, ഇതാണ്. ഹലോ നമസ്കാരം. അപ്പൊ നമ്മള് ബോച്ചേറ്റി ടീം എന്നാണ് കേട്ടോ. ഒരു സെക്കൻഡ്. ഇരിക്കുകയാണ് ആള്. അപ്പൊ പുറത്തോട്ടൊന്നും എണീറ്റോട്ടെ, അല്ലെങ്കിൽ സൗണ്ട് കാരണം കേട്ടത്തില്ല. ഇവിടെ മഴയാണ്. മഴയുണ്ടോ അവിടെ? ഓക്കെ. ഞാൻ പറയണേക്കാളും നിങ്ങൾ പറയണതാണ്. അല്ല, സജന ചേച്ചി തന്നെ പറഞ്ഞോ. അതാ കുറച്ചും കൂടെ. ഞാൻ ആ ഷോക്കിട്ട് മാറിയില്ല. ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞേക്കാം. അമ്മ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞങ്ങൾ വിളിച്ചത്. ബോച്ചേറ്റി ടീമിൽ നിന്നാണ്. സജന ചേച്ചി ഒരു ബോച്ചേറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതില് 10 ലക്ഷത്തിന്റെ പ്രൈസ് മണി അടിച്ചിട്ടുണ്ട്. സന്തോഷായോ?
എന്തായാലും പ്രാർത്ഥിച്ചതിനൊരു ഫലമായില്ലേ? ഡബിൾ ഹാപ്പി ആയിരിക്കുമല്ലോ ഇപ്പൊ. വീട്ടിലെല്ലാരെയും അറിയിക്കൂ കേട്ടോ. എല്ലാരോടും ബോച്ചട്ടി മേടിക്കാൻ പറയൂ. ഇപ്പൊ നമുക്ക് 10 ലക്ഷത്തിന്റെ പ്രൈസ് മണി മാത്രമല്ല, 25 കോടിയുടെ ബമ്പർ പ്രൈസ് ഉണ്ട്. ഫ്ലാറ്റ്, കാറ്, ബൈക്ക്, മൊബൈൽ ഫോൺസ്, പിന്നെ ഡെയിലി ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അടിക്കട്ടെ. ഇനിയും നിങ്ങൾ ബോച്ചട്ടി മേടിക്കുക. ഇനി ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിക്കാം കേട്ടോ. എല്ലാരും അടുത്തുള്ള എല്ലാരോടും പറഞ്ഞോളൂ, റിലേറ്റീവ്സിനോട് എല്ലാരും പറഞ്ഞോളൂ കേട്ടോ. എല്ലാരും സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പൊ എന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. സജന ചേച്ചി ടേക്ക് കെയർ. ഓക്കെ, നല്ല തക്കുടി വാങ്ങാൻ ജനിക്കട്ടെ. ഓക്കെ ഓക്കെ ബൈ. എന്താ ചെയ്യണ്ടേ? ഇല്ല, നമ്മള് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ബോച്ചട്ടി ടീമിന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ടീമിന് വിളിക്കും. ഓക്കെ ഓക്കെ ശരി. സജിന ചേച്ചിയും ഫാമിലിയും ഭയങ്കര ഹാപ്പിയാണ്. കുറെ ദിവസമായി ഞങ്ങൾ ട്രൈ ചെയ്യുന്നു ചേച്ചിനെ കിട്ടാനായിട്ട്, പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് ഫൈനലി കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. മാത്രമല്ല സജിന ചേച്ചി പ്രഗ്നന്റ് ആണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ദുബായിലാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ ഹസ്ബൻഡ് അടുത്ത് കൂടെ തന്നെ വേണം എന്നുള്ളത്. അപ്പം ഈ ഒരു ക്യാഷ് പ്രൈസ് കൊണ്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ. ചിങ്ങമാസമൊക്കെ ആയില്ലേ, ഇനി അങ്ങോട്ട് ഫുൾ ഓണത്തിന്റെ തിരക്കുകളൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ഓണക്കാലത്ത് ബോച്ചട്ടി തന്നെ ആയിക്കോട്ടെ. അപ്പൊ ചായയും കുടിക്കാൻ നമുക്ക് കുറെ സമ്മാനങ്ങളും കിട്ടുമല്ലോ. 25 കോടിയുടെ ബമ്പർ പ്രൈസ്, ഫ്ലാറ്റുകൾ, ബൈക്കുകൾ, കാറുകൾ. കാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. കാറിന്റെ വിന്നേഴ്സിനെ ബോച്ചെ നേരിട്ട് തന്നെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ബിസി സ്കെഡ്യൂള് കാരണം നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. കാരണം ഷൂട്ടിംഗ് കുറച്ച് വൈകും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾക്കറിയാം എല്ലാവർക്കും ബോച്ചെ നേരിട്ട് വിളിക്കണം തന്നെയായിരിക്കും ആഗ്രഹം അല്ലെ. പക്ഷെ അദ്ദേഹത്തിന്റെ തിരക്കുകൾ കൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നത്. വിന്നേഴ്സ് ലിസ്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ബോച്ചട്ടി വിന്നറിനെ കാത്തിരിക്കുന്നത് 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രമല്ല, 25 കോടിയുടെ ബമ്പർ പ്രൈസ്, ഫ്ലാറ്റുകൾ, കാറുകൾ, ബൈക്കുകൾ, മൊബൈൽ ഫോണുകൾ, ഡെയിലി തൗസൻഡ്സ് ഓഫ് ക്യാഷ് പ്രൈസ്, അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ്. എല്ലാവരും ബോച്ചട്ടി വാങ്ങുക. ചായ കുടിക്കുന്നതിനോടൊപ്പം നമുക്ക് ഭാഗ്യം കൂടെ പരീക്ഷിക്കാം. അപ്പൊ അടുത്ത വിന്നറുമായി കാണുന്നത് വരെ ബൈ ബൈ.